പ്രവാസികളോട് അന്നും ഇന്നും എന്തിനാണിത്ര കടുത്ത അവഗണന? കൊറോണ വ്യാപനത്തിന് പിന്നാലെ നേരിട്ട ദുരനുഭവങ്ങൾ ചെറുതൊന്നുമല്ല. വിമാനവിലക്ക് വന്നതോടുകൂടി നാട്ടിലേക്ക് എത്താൻ പാടുപെടുകയായിരുന്നു പ്രവാസികൾ. നാട്ടിലെത്തിയാലോ പിന്നെ അവിടെയും അവഗണന. ഇത്തരത്തിൽ നിരവധി ദുരിതങ്ങൾ പേറുന്ന പ്രവാസികൾക്ക് വീണ്ടും ദുരിതങ്ങൾ നൽകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAE-യിലേക്കുള്ള യാത്രയ്ക്ക് റാപ്പിഡ് PCR ടെസ്റ്റ് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കോഴിക്കോടടക്കം കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ഇതിനുള്ള സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രവാസികൾ. അങ്ങനെ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ തന്നെ റാപ്പിഡ് PCR ടെസ്റ്റ് നടത്തുന്ന കൗണ്ടറിലെ തിരക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും ഈ കോവിഡ് കാലത്ത് ആൾക്കൂട്ടം ഒഴിവാക്കും വിധമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുമാണ് പ്രവാസികൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഗൾഫിലേക്കുള്ള യാത്രക്കാർ 6 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിലെത്തണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരേ സമയം 2-3 എമിറേറ്റുകളിലേക്കുള്ള യാത്രക്കാർ ഒരുമിച്ചെത്തുമ്പോൾ റാപ്പിഡ് PCR ടെസ്റ്റിന് ജീവനക്കാർ കുറവായതിനാൽ തന്നെ പ്രവാസികൾക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരികയാണ്. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നവർക്കടക്കം ഇത് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് ലഭിക്കാതെ ബോർഡിംഗ് പാസ് ലഭിക്കുകയില്ല. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് എയർലൈൻ കമ്പനികൾ കൗണ്ടർ അടയ്ക്കുമെന്നതിനാൽ തന്നെ പരിശോധനയും റിസൾട്ടും വൈകുന്നത് പ്രവാസികളെ ഏറെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് വിമാനത്താവളത്തിലെ റാപ്പിഡ് PCR കൗണ്ടറുകളിൽ ആകെ 3 ജീവനക്കാർ മാത്രമാണുള്ളത്. സ്രവമെടുക്കാൻ 2 പേരും ഒരേ സമയം 300-നടുത്ത് യാത്രക്കാർ എത്തുമ്പോൾ പരിശോധനയ്ക്ക് ഏറെ സമയമെടുക്കും. സ്വകാര്യ ലാബ് ഗ്രൂപ്പിനാണ് പരിശോധനയുടെ ചുമതല. ഇതിന് 2500 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിക്ക് പോകാനെത്തിയ പുനൂർ സ്വദേശി സാദിഖ് വേണാടി എന്ന പ്രവാസി പങ്കുവച്ച അനുഭവം പ്രകാരമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8:45-നാണ് അബുദാബിയിലേക്ക് പോകാൻ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്നത്. പുലർച്ചെ 3:30-നാണ് ഫ്ലൈറ്റ്. 6 മണിക്കൂർ മുമ്പ് എത്തണമെന്ന കർശന നിർദ്ദേശമുള്ളതുകൊണ്ടാണ് 8:45-ന് എത്തിയത്. വിമാനത്താവളത്തിലെത്തിയപ്പോൾ വിമാന സമയം 5:15-ലേക്ക് മാറ്റിയെന്ന് അറിയുന്നത്. വലിയൊരു കടമ്പയാണ് വിമാനത്താവളത്തിൽ കടക്കേണ്ടത്. പോകേണ്ടത് UAE-യിലേക്കായതിനാൽ കോവിഡ് റാപ്പിഡ് PCR ടെസ്റ്റും വേണം. അത് പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ്. അബുദാബിക്കുള്ള ഫ്ലൈറ്റിൽ ഞാനടക്കം 185 ആളുകളുണ്ട്. ഞാൻ എത്തിയ സമയം ഷാർജയിലേക്കുള്ള യാത്രക്കാർക്കുള്ള റാപ്പിഡ് ടെസ്റ്റ് നടക്കുകയാണ്. അബുദാബി ഫ്ലൈറ്റ് വൈകിയായതിനാൽ അർദ്ധരാത്രി 12 മണിക്ക് എത്താനാണ് എനിക്ക് ലഭിച്ച നിർദ്ദേശം. അത് പ്രകാരം 12 മണിക്ക് എത്തിയപ്പോൾ ലഭിച്ച ടോക്കൺ 142. കാത്തുനിൽക്കുന്നതിനിടയിൽ അബുദാബി യാത്രക്കാർക്ക് റാപ്പിഡ് ടെസ്റ്റ് ഉള്ളിൽ നിന്നാണെന്ന് അറിയിപ്പ് ലഭിച്ചു. അരമണിക്കൂർ ക്യൂ നിന്ന ശേഷം ഉള്ളിൽ കയറി. വളരെ സങ്കടം തോന്നിയത് 185 പേർക്ക് റാപ്പിഡ് ടെസ്റ്റിനുള്ള രജിസ്ട്രേഷൻ നടത്താൻ 3 പേർ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോഴാണ്. അപ്പോഴും ഷാർജയിലേക്കുള്ള യാത്രക്കാരുടേത് കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ കാത്തുനിന്നപ്പോൾ ദുബായിലേക്കുള്ള യാത്രക്കാരും എത്തി. അവരുടെ ഫ്ലൈറ്റ് രാവിലെ 7:35-നാണ്. അവരുടെ റാപ്പിഡ് ടെസ്റ്റ് ആരംഭിച്ചു. ഇത്രയും യാത്രക്കാർക്കുള്ള കൗണ്ടറിലുള്ളത് 3 പേർ. സ്രവമെടുക്കാൻ 2 പേർ. ഫീസ് 2500 രൂപയും. റാപ്പിഡ് ടെസ്റ്റ് 3:30-ന് നടക്കുന്നു. ഫലം വന്നത് 4:30-ന്. പോകേണ്ട ഫ്ലൈറ്റ് 5:15-നും. ഞങ്ങൾ എല്ലാം എത്ര പ്രയാസത്തിലായി എന്നറിയാമോ? റാപ്പിഡ് ടെസ്റ്റ് റിസൾട്ട് ഇല്ലാതെ ബോർഡിംഗ് പാസ് ലഭിക്കില്ല. 1 മണിക്കൂർ മുമ്പ് കൗണ്ടർ അടയ്ക്കുകയും ചെയ്യും. കൈക്കുഞ്ഞുങ്ങളടക്കം എത്ര പേരാണ് ബുദ്ധിമുട്ടിലായത്? സംവിധാനം മാറ്റണം സാർ, സൗകര്യം കിട്ടണം. ഈ കോവിഡ് കാലത്ത് യാത്രക്കാരെ പുറത്തുള്ള ആളുകളുടെ കൂടെ നിർത്തരുത്. വാങ്ങുന്ന പണത്തിനനുസരിച്ചുള്ള സംവിധാനം ഒരുക്കണം എന്നും പ്രവാസി പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.